ഇന്ന് നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അനലോഗ് സർക്യൂട്ട്സ്. ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അതിൽ നമുക്ക് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് വരുന്നു, BJT ബയാസിംഗ് മെത്തേഡ്സ്, അതുപോലെ തന്നെ BJT ആംപ്ലിഫയേഴ്സ്, അതിൻ്റെ അനാലിസിസ്, മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സ് അതിൻ്റെയും അനാലിസിസ്. ദെൻ അതുപോലെ തന്നെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനകത്ത് നമ്മൾ ക്ലിപ്പേഴ്സ്, ക്ലാമ്പേഴ്സ്, ഡിഫറൻഷിയേറ്റർ, ഇൻ്റഗ്രേറ്റർ, ദെൻ ഈ ആംപ്ലിഫയേഴ്സ്, BJT ആംപ്ലിഫയേഴ്സ്, മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സ്, ദെൻ അതുപോലെ തന്നെ ഓസിലേറ്റേഴ്സ്, ദെൻ പവർ സപ്ലൈസ്. അപ്പോൾ ഇങ്ങനെ കുറേ ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു കോഴ്സാണ് അനലോഗ് സർക്യൂട്ട്സ്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, അതായത് ക്ലിപ്പേഴ്സ്, ക്ലാമ്പേഴ്സ്, അതുപോലെ തന്നെ ഹൈ പാസ് RC സർക്യൂട്ട്, ലോ പാസ് RC സർക്യൂട്ട്, ഡിഫറൻഷിയേറ്റേഴ്സ്, ഇൻ്റഗ്രേറ്റേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. സോ നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ പാസ് RC സർക്യൂട്ടിനെ കുറിച്ചാണ്. സോ എന്താണ് ഒരു RC സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമുക്ക് പഠിച്ചിട്ടുണ്ട് R ഉം C എന്ന് പറയുന്നത് റെസിസ്റ്റർ, കപ്പാസിറ്റർ എന്ന് പറയുന്നത് പാസീവ് എലമെൻറ്റ്സ് ആണ്. സോ ഇങ്ങനെ പാസീവ് എലമെൻറ്റ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണ് നമ്മുടെ RC സർക്യൂട്ട്സ്, അല്ലെങ്കിൽ ഹൈ പാസ്, ലോ പാസ് RC സർക്യൂട്ട്സ്. സോ ഇതിനകത്ത് ഇത് ലീനിയർ സർക്യൂട്ട് നെറ്റ്വർക്കാണ് ഈ ഒരു ഹൈ പാസ്, ലോ പാസ് RC സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്കതിനെ ഒരു പാസീവ് സർക്യൂട്ട് എന്നും വേണേൽ പറയാം, കാരണം ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് പാസീവ് എലമെൻറ്റ്സ് R and C. സോ ഈ R and C, ഒരു C കമ്പോണൻറ്റ്, നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത് കാരണം അതിനൊരു റിയാക്റ്റൻസ് ഉണ്ട്, ഒരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അത് ഓഫർ ചെയ്യുന്നു. സോ ദിസ് ഈസ് എ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് സർക്യൂട്ട്. ഒരു ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് സർക്യൂട്ടാണ് ഈ RC സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് ഈ ഹൈ പാസ് സർക്യൂട്ട് എന്നുള്ളത് നോക്കാം. ഹൈ പാസ് സർക്യൂട്ട്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഫിൽട്ടർ എന്ന് പറയും. ഹൈ പാസ് ഒരു ഇലക്ട്രോണിക് ഫിൽട്ടർ ആണിത്. സോ ദിസ് പാസസ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആൻഡ് ഇറ്റ് അറ്റിനുവേറ്റ്സ് ദ ലോ ഫ്രീക്വൻസി സിഗ്നൽ. നമ്മൾ ഈ ഒരു അറ്റിനുവേഷൻ അല്ലെങ്കിൽ ഇത് ഏത് സിഗ്നലിനെയാണ് പാസ് ചെയ്യുന്നത്? ഹൈ പാസ് ഫിൽട്ടർ ആകുമ്പോൾ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ പാസ് ചെയ്യുന്നു, ലോ ഫ്രീക്വൻസി സിഗ്നലിനെ അത് അറ്റിനുവേറ്റ് ചെയ്യുന്നു. സോ ഇത് നമ്മൾ പറയുന്നത് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി വെച്ചിട്ടാണ്. സോ ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് അപ്പർ ഫ്രീക്വൻസി എല്ലാം പാസ് ചെയ്യുന്നു, അതിൻ്റെ ലോവർ ഫ്രീക്വൻസിയെ അറ്റിനുവേറ്റ് ചെയ്യുന്നു. സോ ഇതാണ് ഒരു ഹൈ പാസ് ഫിൽറ്ററിനകത്ത് നടക്കുന്നത്. സോ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതൊന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഞാനൊരു ഹൈ പാസ് RC സർക്യൂട്ടാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. സോ ഹൈ പാസ് RC സർക്യൂട്ട്, സോ ഞാൻ പറഞ്ഞു ദിസ് ഈസ് ഓൾറെഡി ആൻ RC സർക്യൂട്ട്. സോ ഇതിനകത്ത് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കപ്പാസിറ്ററും റെസിസ്റ്ററും ആയിരിക്കും. സോ നമ്മൾ കപ്പാസിറ്റർ ഇൻപുട്ടിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, ദെൻ നമ്മുടെ ഔട്ട്പുട്ട് റെസിസ്റ്ററിന് എക്രോസ് നമ്മൾ മെഷർ ചെയ്യുന്നു. സോ ഇങ്ങനെ വരയ്ക്കുന്ന ആ ഒരു സർക്യൂട്ടിനെയാണ്. സോ നമ്മുടെ ഇൻപുട്ട്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് VI, and the input is connected in series with the capacitor, and the output is taken across the resistor. R-ന് across ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഉള്ള സർക്യൂട്ടിനെയാണ് ഹൈ പാസ് RC സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ലോ പാസ് ഡിസൈൻ ചെയ്യുമ്പം സെയിം RC സർക്യൂട്ടാണ്, പക്ഷേ ആ ഇൻപുട്ട് ഔട്ട്പുട്ട് അറേഞ്ച്മെൻറ്റ് മാറും. സോ ഇൻപുട്ട് സീരീസ് ആയിട്ട്, റെസിസ്റ്ററിന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്, കപ്പാസിറ്ററിന് എക്രോസ് ആയിരിക്കും ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ലോ പാസ് RC സർക്യൂട്ടിനകത്ത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഹൈ പാസ് RC സർക്യൂട്ടാണ്. സോ ദ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ഇൻപുട്ട് ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് ദ റെസിസ്റ്റൻസ്. സോ നമ്മൾ ഈ ഒരു സർക്യൂട്ട് നോക്കുവാണെങ്കിൽ ഇൻപുട്ട് ഞാൻ പറഞ്ഞു കപ്പാസിറ്ററിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇവിടെ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റിയാക്റ്റൻസ്, അതിനെ നമുക്ക് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയാം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ആ ഒരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് XC, അല്ലേ? XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/ωc ആണ്. ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. സോ 2πf ഇൻറ്റു C. ഇതാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ. സോ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ റിയാക്റ്റൻസും ഫ്രീക്വൻസിയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ എനിക്ക് പറയാം അറ്റ് വെരി ലോ ഫ്രീക്വൻസി, അറ്റ് വെരി ലോ ഫ്രീക്വൻസി എന്ത് സംഭവിക്കും? നമ്മുടെ റിയാക്റ്റൻസിന് എന്ത് സംഭവിക്കും? സോ അറ്റ് വെരി ലോ ഫ്രീക്വൻസി
എഫിൻ്റെ വാല്യൂ വളരെ ലോ ആണ്, നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം 0 ആണ്. 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എഫിൻ്റെ വാല്യൂ ടെൻഡിങ് ടു 0 അല്ലെങ്കിൽ എഫ് വെരി സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എക്സ് ഇൻഫിനിറ്റി ആവുന്നു അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഹൈ ആവുന്നു. അപ്പോൾ എനിക്ക് പറയാം അറ്റ് വെരി ലോ ഫ്രീക്വൻസി ദ reactance, the capacitive reactance, that is Xc, is very very high, is very very high. So Xc വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം this capacitor will act as an open circuit, അല്ലെ? കപ്പാസിറ്റൻസിന്റെ റിയാക്റ്റൻസ് വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ ഈ ഒരു കപ്പാസിറ്റൻസ് ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ കണക്ഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. സോ വി ഐ. സോ നമുക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുകയാണ്. സോ അവർ ഔട്ട്പുട്ട് വിൽ ബി വെരി സ്മോൾ. എ വെരി സ്മോൾ ഔട്ട്പുട്ട് വിൽ അപ്പിയർ അക്രോസ് ദ റെസിസ്റ്റൻസ് ആർ. സോ ഔട്ട്പുട്ട് വിൽ ബി വെരി ലെസ്. സോ നമുക്ക് ആ ഒരു ഫസ്റ്റ് കേസ് നമുക്ക് മനസ്സിലായി. വെരി ലോ ഫ്രീക്വൻസിയിൽ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ ആ കപ്പാസിറ്റി റിയാക്റ്റൻസ് വെരി ഹൈ ആണ്. സോ നമുക്ക് ആ ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് കപ്പാസിറ്ററിന് സീരീസ് ആയിട്ടാണ്. സോ അത് ഓപ്പൺ സർക്യൂട്ട് ആക്ട് ചെയ്യും. സോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് വളരെ ലോ ആയിരിക്കും. വെരി ലോ ഔട്ട്പുട്ട് വിൽ ബി ഒബ്റ്റെയിൻഡ് അക്രോസ് ദ റെസിസ്റ്റൻസ് ആർ. സോ ഇതാണ് നമ്മുടെ ലോ ഫ്രീക്വൻസിയിലുള്ള കണ്ടീഷൻ. സോ നമ്മൾ ഹൈ ഫ്രീക്വൻസി കൺസിഡർ ചെയ്യുവാണെങ്കിൽ അറ്റ് ഹൈ ഫ്രീക്വൻസി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഹൈ ഫ്രീക്വൻസിയിൽ അറ്റ് ഹൈ ഫ്രീക്വൻസി കൂടുമ്പോൾ എഫ് കൂടുക 1/f ഈസ് വെരി ഹൈ. സോ ദ വാല്യൂ വിൽ ബി വെരി ലെസ്. Xc will be very less. നമുക്ക് പറയാം the Xc will reduces. Xc reduces means that path will act as a short circuit. This capacitance path will act as a short circuit. So നമുക്ക് most of the input will reach the output എന്ന് പറയാം. So ഈ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് കുറച്ച് ഒരു ഫേസ് ഡിലേക്ക് ഉണ്ടാവും എങ്കിലും മോസ്റ്റ് ഓഫ് ദ ഔട്ട്പുട്ട് വിൽ റീച്ചസ് ദ മോസ്റ്റ് ഓഫ് ദ ഇൻപുട്ട് വിൽ റീച്ചസ് ദ ഔട്ട്പുട്ട്. സോ നമുക്ക് ഇവിടെ എഴുതാം അറ്റ് ഹൈ ഫ്രീക്വൻസി Xc വിൽ റെഡ്യൂസ് ആൻഡ് ദ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ്. ലോ ആയിരുന്ന ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, അല്ലേ? സോ at higher frequencies നമുക്ക് പറയാം the capacitor will act as a short circuit and all the input will be available at the output. So most of the input will be available at the output എന്ന് നമുക്ക് പറയാം. ഹയർ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ വെരി ഹൈ ഫ്രീക്വൻസിയിൽ most of the input will available at ഔട്ട്പുട്ട്. ഇതായിരിക്കും ഒരു ഹൈ പാസ് ഫിൽറ്ററിൻ്റെ കേസിൽ. സോ രണ്ട് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, വെരി ലോ ഫ്രീക്വൻസി ആൻഡ് വെരി ഹൈ ഫ്രീക്വൻസി. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം വെരി ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. വെരി ഹൈ ഫ്രീക്വൻസിയിൽ മോസ്റ്റ് ഓഫ് ദ ഇൻപുട്ട് വിൽ റീച്ചസ് ദ ഔട്ട്പുട്ട്. സോ ഇതുകൊണ്ടാണ് ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ പാസ് ചെയ്യുന്നു, ലോ ഫ്രീക്വൻസി സിഗ്നലിനെ അറ്റിന്യൂവേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ ഹൈ പാസ് ആർ സി സർക്യൂട്ടിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞത്. സോ അതുകൊണ്ടാണ് അതിനെ ഹൈ പാസ് ആർ സി സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഇറ്റ് പാസസ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആൻഡ് ഇറ്റ് അറ്റിന്യൂവേറ്റ്സ് മോസ്റ്റ് ഓഫ് ദ ലോ ഫ്രീക്വൻസീസ്. നമ്മളതൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി വെച്ചിട്ടാണ് അത് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്കത് എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ചെറിയൊരു അനാലിസിസ് ആണ്. നമുക്ക് ഈ ഒരു മോഡ്യൂളിനകത്ത് ഹൈ പാസ് ലോ പാസ് സർക്യൂട്ടിൻ്റെ അനാലിസിസ് ആണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അനാലിസിസ് ഓഫ് ഹൈ പാസ് ഫിൽട്ടർ, ലോ പാസ് ഫിൽട്ടർ. ദെൻ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഡിഫറൻഷിയേറ്റർ എന്താണ്, ഇൻ്റഗ്രേറ്റർ എന്താണെന്ന് പഠിക്കുന്നു, അതിൻ്റെ അനാലിസിസ്. സോ നമ്മളിതിനോരോ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള റെസ്പോൺസ് എന്തായിരിക്കും, ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ നമുക്ക് നോക്കാം.
എന്താണ് ആ ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണെന്ന് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോവാണ്. സോ ആ ഫിഗർ ഞാൻ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം. സോ ദിസ് ഈസ് കപ്പാസിറ്റർ ആൻഡ് ദിസ് ഈസ് ദ റെസിസ്റ്റർ. ദിസ് ഈസ് ഇൻപുട്ട് and output is taken across R. So this is the output. So നമ്മളൊരു VI ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഈ കപ്പാസിറ്ററിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ട് ഞാൻ I ആയിട്ട് മാർക്ക് ചെയ്യുന്നു. സോ VI വോൾട്ടേജ്, ഇറ്റ് ഈസ് ദ ഇൻപുട്ട് വോൾട്ടേജ്. സോ ദിസ് ഈസ് ഇൻപുട്ട് ആൻഡ് V0 ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഞാൻ VI വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു റെസിസ്റ്ററിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് V0 ഈസ് ഈക്വൽ ടു ദാറ്റ് I ഇൻറ്റു R, ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ. ആ ഒരു ഡ്രോപ്പ് ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ടായിട്ട് മെഷർ ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻപുട്ട് VI അല്ലേ? ഈ അപ്ലൈ ചെയ്തേക്കുന്ന VI വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കിവിടെ ഒരു കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം that value is equal to ഐയും ആറും സിയും ഉണ്ട്. സോ I ഇൻറ്റു R പ്ലസ് 1/j omega c. സോ ഇതായിരിക്കും നമ്മുടെ ഈ ഒരു RC സർക്യൂട്ടിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്. I ഇൻറ്റു ആ ടോട്ടൽ ഇമ്പിഡൻസ് വാല്യൂ എന്ന് പറയുന്നത് R പ്ലസ് 1/j omega c, അല്ലെങ്കിൽ നമുക്ക് R മൈനസ് ജെ എക്സ് സി എന്ന് എഴുതാം. R മൈനസ് ജെ എക്സ് സി ഇതായിരിക്കും ആ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. R മൈനസ് ജെ എക്സ് സിക്ക് പകരമാണ് ഞാൻ 1/j omega c എന്ന് എഴുതിയത്. എക്സ് സി എന്ന് പറഞ്ഞാൽ 1/omega c ആണ്. മൈനസ് ജെ നമ്മൾ 1/j എന്ന് എഴുതി. സോ ഈ രണ്ട് രീതിയിൽ നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാം. R മൈനസ് ജെ എക്സ് സി അല്ലെങ്കിൽ R പ്ലസ് 1/j omega c. സോ കറണ്ട് ഇൻറ്റു ആ ടോട്ടൽ ഇമ്പിഡൻസ് വാല്യൂ, അതാണ് VI എന്ന് പറയുന്നത്. സോ ഞാൻ V0 മെഷർ ചെയ്തു, VI മെഷർ ചെയ്തു. നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ V0/I നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചു നമുക്കത് കണ്ടുപിടിക്കാം. ഞാൻ ജസ്റ്റ് V0/VI വാല്യൂ കണ്ടുപിടിക്കുവാണ്. V0/VI വാല്യൂ ഈക്വൽ ടു ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. സോ I അങ്ങ് ക്യാൻസൽ ആയി പോവും ആൻഡ് ദ വാല്യൂ വിൽ ബി R ഡിവൈഡഡ് ബൈ R പ്ലസ് 1/j omega c. സോ ഇങ്ങനെ കിട്ടും നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും R ഉണ്ട്. ഞാനൊരു R വെച്ചിട്ട് ത്രൂ ഔട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1/1 പ്ലസ് ഇവിടെ നിന്നൊരു R കോമൺ എടുക്കുന്നു, ഈ ആറുമായിട്ട് ക്യാൻസൽ ചെയ്യുന്നു. സോ ഇവിടെ 1 പ്ലസ് 1/j omega RC എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ആൻഡ് ഇതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. 1/1 പ്ലസ് 1/ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. സോ j ഇൻറ്റു 2πf ഇൻറ്റു RC. ഈ ഒരു V0/VI എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ വരെ ഡിറൈവ് ചെയ്തു. ഇനി ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. P0/VI ഈക്വൽ ടു 1/1 പ്ലസ്, ഞാൻ ഈ j അങ്ങ് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവാണ്. സോ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 മൈനസ് ഈ ഡിനോമിനേറ്ററിലുള്ള j ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അത് -j ആവും. സോ -j/2πf ഇൻറ്റു R ഇൻറ്റു C ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/1 മൈനസ് j ഇൻറ്റു നമ്മൾ ഫ്രീക്വൻസി കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിഫൈൻ ചെയ്യാൻ പോവാണ് F1/f. സോ ഇവിടെ നോക്കിയാൽ മതി F1 എന്താണ്. F1 എന്ന് പറയുന്നത് 1/2πRC ആണ് F1 ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ അതിന് പകരമാണ് ഞാൻ F1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. വെയർ F1 ഈസ് ഈക്വൽ ടു 1/2πRC ആൻഡ് ദിസ് ഈസ് കാൾഡ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. സോ ഇതിനെയാണ് നമ്മൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. വെറും കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെ, ലോവർ ഹൈ പാസ് ഫിൽറ്ററിന്റെ കേസിൽ ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. സോ അപ്പോൾ V0/VI ഞാൻ കണ്ടുപിടിച്ചു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുവാണെങ്കിൽ V0/VI മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു,
ഇവിടെ ന്യൂമറേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ 1 മൈനസ് ജെ എഫ് വൺ ബൈ എഫ് ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഒരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് അത് തന്നെ ആയിരിക്കും, 1 ബൈ ഡിനോമിനേറ്റർ 1 മൈനസ് ജെ. അപ്പോൾ നമുക്കറിയാം എ പ്ലസ് ജെ ബി ഈ ഫോമിൽ വന്നു കഴിഞ്ഞാൽ, ഈ കോംപ്ലക്സ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. സോ ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. എ പ്ലസ് ജെ ബി വരുന്ന ഫോമിൽ വരുന്ന കോംപ്ലക്സ് ഫോമിൽ വരുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ 1 മൈനസ് ജെ എഫ് വൺ ബൈ എഫ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഡിനോമിനേറ്റർ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 സ്ക്വയർ, അത് 1 തന്നെയാണ്, പ്ലസ് ജെ ആ മൈനസ് ടേം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ മൈനസ് എഫ് വൺ ബൈ എഫ്, അതാണ് നമ്മുടെ ബി ടേം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ മൈനസ് എഫ് വൺ ബൈ എഫ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് വൺ ബൈ എഫ് ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. സോ ഞാൻ ആ V0 ബൈ വി ഐ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. V0 ബൈ വി ഐ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചപ്പോൾ 1 ബൈ റൂട്ട് ഓഫ് എഫ് വൺ ബൈ എഫ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റെസ്പോൺസ് കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ മാഗ്നിറ്റ്യൂഡ് കിട്ടി. സോ വെൻ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കാൻ വേണ്ടിയാണ്. വെൻ എഫ് ഈസ് ഈക്വൽ ടു 0, എഫിൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ്? V0 ബൈ വി ഐ. എഫ് 0 ആവുകയാണെങ്കിൽ ദിസ് ഈസ് ആൻ ഇൻഫിനിറ്റി ടേം. So f1 by 0 means infinity. So 1 plus infinity is equal to, so നമുക്ക് പറയാം 1 by 1 plus infinity. So 1 plus infinity, root of 1 plus infinity എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. Again 1 by infinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. So the magnitude will be 0. So അത് അറിഞ്ഞിരിക്കണം. 1 by 0 infinity, 1 by infinity 0. സോ ദാറ്റ് കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. എഫിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ 1 ബൈ 0 ഇറ്റ് ഈസ് ഇൻഫിനിറ്റി, 1 പ്ലസ് ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി, അഗെയിൻ 1 ബൈ ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0. സോ എഫ് 0 ആകുമ്പോൾ എൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. അതുപോലെ തന്നെ എഫിൻ്റെ വാല്യൂ F1, നമ്മൾ F1 ഡിഫൈൻ ചെയ്തു, കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. വെൻ എഫ് ഈസ് ഈക്വൽ ടു F1 ആകുമ്പോൾ എന്താണ് ഇവിടെ കണ്ടീഷൻ? ഈ F1 ബൈ F1 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. So 1 plus 1 2 വരും. സോ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു V0 ബൈ വി ഐ. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1 പ്ലസ് 1 2, 1 ബൈ റൂട്ട് 2 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ നമ്മുടെ വാല്യൂ 1 ബൈ റൂട്ട് 2 ആണ്. എഫിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 0, F1 ആൻഡ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എഫിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി, 1 ബൈ ഇൻഫിനിറ്റി 0 ആണ്. സോ ഇത് 0 സ്ക്വയർ മീൻസ് 0. 1 പ്ലസ് 0 അഗെയിൻ 1 ബൈ 1 ആണ്. റൂട്ട് 1 ആയതുകൊണ്ട് 1 ബൈ 1, ആൻസർ 1 തന്നെ നിൽക്കും. V0 ബൈ വി ഐ ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. 1 ബൈ 0 ഇൻഫിനിറ്റി, 1 ബൈ ഇൻഫിനിറ്റി 0, അതൊക്കെ അപ്ലൈ, ഈ ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് നമുക്ക് കിട്ടും. സോ ഇത് വെച്ചിട്ട് ഞാൻ ആ ഒരു റെസ്പോൺസ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുവാണ്. സോ റെസ്പോൺസ് പ്ലോട്ട് ചെയ്യുമ്പോൾ എനിക്ക് മാഗ്നിറ്റ്യൂഡാണ് y ആക്സിസിൽ, ആൻഡ് ഫ്രീക്വൻസി ഓൺ x ആക്സിസ്. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് V0 ബൈ വി ഐ. ഇങ്ങനെയാണ് നമ്മുടെ റെസ്പോൺസ് പോകുന്നത്. ആൻഡ് ദ വാല്യൂ ലോ ഫ്രീക്വൻസി. സോ ഇങ്ങനൊരു റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇങ്ങനൊരു റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് അതിൻ്റെ മാക്സിമം വാല്യൂ. ഇവിടെ നമുക്ക് എഫിൻ്റെ വാല്യൂ 0 ആവുമ്പോൾ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. എഫ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, ഇത് ഹയർ വാല്യൂയിലേക്ക് പോകുമ്പോൾ ദാറ്റ് വിൽ ടെൻ ടു 1. സോ ഇത് 1 ആണ് മാഗ്നിറ്റ്യൂഡ്. മാക്സിമം വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അത് 1ലേക്ക് പോകുന്നു. എഫിൻ്റെ വാല്യൂ F1 ആവുമ്പോൾ, അപ്പോൾ നമ്മൾ F1 എന്ന് പറയുന്നത് ശരിക്കും ഒരു 3 dB ഫ്രീക്വൻസിയാണ്. ഇവിടുന്ന് ഒരു, അപ്പോൾ ഇത് നമ്മൾ dB യിലാണ്. 20 log V0 ബൈ വി ഐ
ആ ഒരു 20 ലോഗിൽ അല്ലെങ്കിൽ ഡി ബിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1/√2. So this value will be F1. So ഈ F1 ആണ് നമ്മുടെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഈ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്കിതിനെ ഒരു 3 dB ഫ്രീക്വൻസി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു 3 dB പോയിന്റിലാണ് ശരിക്കും ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. -3 dB മാക്സിമം വാല്യൂവിൽ നിന്നും ഒരു മൈനസ് നമ്മൾ ഡി ബിയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു സെമി ലോഗ് ഗ്രാഫിലാണ് അത് വരയ്ക്കുന്നതെങ്കിൽ ഇത് മാക്സിമം വാല്യൂ ആണിത്. ആ മാക്സിമം ഡി ബിയിൽ നിന്നും ഒരു -3 dB വാല്യൂ നമ്മൾ മെഷർ ചെയ്ത് നോക്കുന്ന ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് F1 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറ്റ് F1 ദ വാല്യൂ വിൽ ബി 1/√2. അറ്റ് F is equal to 0 the value will be 0. At F is equal to infinity the value is 1. സോ ഇങ്ങനെ ഒരു ഫ്രീക്വൻസിയാണ്. സോ നമുക്കിവിടെ മനസ്സിലാവും ലോ ഫ്രീക്വൻസി സിഗ്നലിനെ പാസ് ചെയ്യുന്നില്ല, ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ പാസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. സോ നമ്മൾ F is equal to F1 ഒരു കാര്യം കണ്ടു, മാഗ്നിറ്റ്യൂഡ് 1/√2 ആണ് അല്ലെ, 1/√2 ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ഔട്ട്പുട്ട് ഈസ് 1/√2 ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഔട്ട്പുട്ട് ഈസ് 1/√2 ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് എന്ന് പറയാം. സോ ഈ ഒരു ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയെ നമ്മൾ F1നെ നമുക്ക് ലോവർ 3 dB ഫ്രീക്വൻസി എന്ന് വിളിക്കാം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. ലോവർ 3 dB നമ്മൾ ഡി ബിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം വാല്യൂവിൽ നിന്നും ഒരു -3 dB നമ്മുടെ സെമി ലോഗ് ഗ്രാഫിലാണ് വരയ്ക്കുന്നതെങ്കിൽ ഒരു -3 dB ഫ്രീക്വൻസിയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂവിനെയാണ് F1 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലോവർ 3 dB ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. സോ നമുക്കത് ശരിക്കും അത് കിട്ടുന്നത് നമ്മൾ 20 ലോഗ് ഈ 1/√2ൻ്റെ 20 ലോഗ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡി ബിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 20 ലോഗ് 1/√2 ഈ ഒരു വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു -3 dB വാല്യൂ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ലോവർ 3 dB ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. 1/√2 എന്ന് പറയുന്ന ആ മാഗ്നിറ്റ്യൂഡ് ആണ്. അതിനെ നമ്മൾ ഡി ബിയിൽ 20 ലോഗ് എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ -3 dB ഫ്രീക്വൻസി എന്ന് നമുക്ക് F1നെ വിളിക്കാം. സോ ഇത്രയുമാണ് നമ്മൾ ഹൈ പാസ് സർക്യൂട്ട് ആയിട്ട് അതിൻ്റെ ഒരു ബേസിക് കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഓരോ ഇൻപുട്ടിനുമുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ലെക്ചേഴ്സിൽ പഠിക്കാം. ദെൻ ഇൻ്റഗ്രേറ്റേഴ്സ്, ഡിഫറൻഷിയേറ്റേഴ്സ് ഇതൊക്കെ നമുക്ക് കമ്മിങ് വീഡിയോസിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.